സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ഗവർണർ വിളിച്ച വിരുന്നിൽ പങ്കെടുക്കാതെ പിണറായി വിജയനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാരും പിന്മാറി. ഈ ഗവർണർ ഈ സർക്കാർ പോര് അവസാനിപ്പിക്കണമെന്ന് കേരളത്തിലെ ഗവൺമെന്റിനും ഒരു ഉദ്ദേശമില്ലേ? കേരളത്തിലെ ഗവൺമെന്റിന്, മുഖ്യമന്ത്രിക്ക്, മന്ത്രിമാർക്ക് ഒക്കെ വലിയ താല്പര്യമുണ്ട് ഈ ഗവർണറുമായിട്ട് രമ്യതയിൽ പോകണം. പക്ഷേ അത് തുറന്നു സമ്മതിക്കാൻ അവർ തയ്യാറല്ല. അത് അവരുടെ ഒരു എന്താ പറയുക, ഈഗോ ആണ് എന്ന് നമുക്ക് കരുതാം. ഗവർണറാകട്ടെ ഈ കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ഒരു ഭാവഭേദവും ഇല്ലാതെ ഇങ്ങനെ മിണ്ടാതിരിക്കുക. ഗവർണറുടെ മുഖത്തൊന്നും വായിച്ചെടുക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെയും മന്ത്രിമാരെയും പൂട്ടാനാണോ ലക്ഷ്യം, അതോ അവരുമായിട്ട് ഒത്തുചേർന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ എന്തെങ്കിലുമൊക്കെ ആയിക്കൊണ്ട് പോകട്ടെ എന്ന് പറഞ്ഞ് അവർ കൊണ്ടുവരുന്ന പേപ്പറുകളിൽ ഷൂ വരയ്ക്കാൻ അതാണോ ഗവർണറുടെ? ഇതൊന്നും നമുക്ക് ഗവർണറുടെ മുഖത്തൊന്നും വായിച്ചെടുക്കാൻ പറ്റില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. അദ്ദേഹം രണ്ടും കൽപ്പിച്ച് തുറന്ന പോരിനാണ്, തുറന്ന യുദ്ധമാണ്. പക്ഷേ ഈ രാജേന്ദ്ര ആർലേക്കർ അങ്ങനെ ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ മുഖത്തുനിന്ന് ഇമോഷൻസ് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ഗവർണർ സാധാരണ നിലയ്ക്ക് ഗവർണർ മുഖ്യമന്ത്രിയൊക്കെ വിരുന്ന് കൊടുക്കും. ഗവർണർ രാജ്ഭവനിലേക്ക് ഇവരെ ക്ഷണിച്ചു, വിരുന്നിന് ക്ഷണിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തില്ല. സാധാരണ നിലയ്ക്ക് ഒരു മന്ത്രിയെയെങ്കിലും ഇതിലേക്ക് പങ്കെടുക്കാൻ നിയോഗിക്കും. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പരേഡ് നടക്കുന്ന കാര്യം അറിയാമല്ലോ. നമ്മുടെ സൈന്യത്തിൻ്റെയും പോലീസിൻ്റെയും അതുപോലെ NCC തുടങ്ങി സ്കൗട്ട് തുടങ്ങിയ ട്രൂപ്പുകളുടെയൊക്കെ പരേഡ് നടക്കാറുണ്ട്. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ഒരു പ്രധാന അതിഥി വരുന്നു. തിരുവനന്തപുരത്താണെങ്കിൽ അത് മുഖ്യമന്ത്രിയാണ്, മറ്റു ജില്ലകളിൽ മന്ത്രിമാർ പങ്കെടുക്കും. അവർ വന്ന് പതാക ഉയർത്തി പരേഡ് സ്വീകരിച്ച് അഭിവാദ്യം സ്വീകരിച്ച് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. ഇതൊരു ചടങ്ങാണ്, നമ്മൾ ആഘോഷിക്കുന്ന പ്രോട്ടോകോൾ പ്രകാരം നമ്മൾ നടത്തുന്ന ഒരു ചടങ്ങാണ്. അത് ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഗവർണറാണ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിക്ക് പകരം സല്യൂട്ട് സ്വീകരിക്കുന്നത്. അപ്പോൾ 14 ജില്ലകളിലും പരിപാടിയുണ്ട്. 14 ജില്ലകളിലും മുഖ്യമന്ത്രി അടക്കം 14 മന്ത്രിമാർ പങ്കെടുക്കും. 13 മന്ത്രിമാരും മുഖ്യമന്ത്രിയും ചേർത്ത് 14 പേര് പങ്കെടുക്കും. പിന്നെയും 6 മന്ത്രിമാർ അവശേഷിക്കുന്നുണ്ട്. ആരെങ്കിലും ഒരാളിനെ സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് ഗവർണറുടെ അടുക്കലേക്ക് വിടാം. രാജ്ഭവനിൽ നടക്കുന്ന വിരുന്നിൽ പങ്കെടുക്കാൻ സർക്കാർ ഔദ്യോഗികമായി ഇന്ന മന്ത്രിയെ, ഒരു മുതിർന്ന മന്ത്രിയെ നിശ്ചയിച്ചാൽ മതി, ഈ പ്രശ്നം തീർന്നു. അപ്പോൾ അങ്ങനെ ഒരാളെ നിശ്ചയിക്കുകയോ പ്രോട്ടോകോൾ അനുസരിച്ച് അതിൽ പങ്കെടുക്കാൻ അനുവദിക്കുകയോ ചെയ്യാതെ ഈ ശരിക്കു പറഞ്ഞാൽ ഗവർണറുടെ ക്ഷണം ബഹിഷ്കരിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. വളരെ കൃത്യമാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾ ഗവർണറോട് സമരസപ്പെട്ടു പോകില്ല എന്ന് തന്നെയാണ്. ഗവർണറോട് സമരസപ്പെടാൻ ഞങ്ങൾ തയ്യാറല്ല. പക്ഷേ ഗവർണറെ നേരിട്ട് എതിർക്കാനോ ഏറ്റുമുട്ടാനോ അതിനും ഞങ്ങൾ തയ്യാറല്ല. ഈ ചില സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കുന്നത് ഒരു അടവാണ്. അതായത് ഈ ഒരു വിഷയത്തെ എതിർക്കുമോ ഇല്ലയോ, അത് നമുക്ക് ഒന്നും പറയാതെ മിണ്ടാതിരുന്നാൽ എതിർക്കാനും സാധ്യതയുണ്ട്, എതിർക്കാതിരിക്കാനും സമരസപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. ഈ ഒരു അടവാണ് സർക്കാർ ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും LDFും ഈ സംവിധാനവും ഇത്തരത്തിലുള്ള, കാരണം ഗവർണറോട് കൊമ്പ് കോർത്താൽ അതിൻ്റെ നഷ്ടം സർക്കാരിന് തന്നെയാണ്. സ്വകാര്യ സർവകലാശാല ബില്ല് അവിടെ ഇരിക്കുകയാണ്. അത് രാഷ്ട്രപതിയുടെ അടുക്കിലേക്ക് ഇവിടുന്ന് ഒപ്പിട്ട് പോകണം. ഇനി ഗവർണർ ഒപ്പിടാതെ അങ്ങോട്ട് അയച്ചാൽ രാഷ്ട്രപതിക്ക് വീണ്ടും തിരിച്ചയക്കും. ഈ ഗവർണർക്ക് തന്നെ അതിനകത്ത് സംശയങ്ങളും പോരായ്മകളും ചൂണ്ടിക്കാട്ടി വിശദീകരണം ആവശ്യപ്പെട്ട് ഇങ്ങോട്ട് തിരിച്ചയക്കാം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇനി സർക്കാരിന് ആകെ എത്ര മാസം? ഇനി ആകെ വരാൻ പോകുന്നത്, ഇപ്പോൾ ഒരു നിയമസഭാ സമ്മേളനം വരും, തുടർന്ന് അവസാനം ബജറ്റ് സെഷൻ വരും. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഫെബ്രുവരി മാസത്തിൽ ഒരു ബജറ്റ് സമ്മേളനം ഉണ്ടാവും. ഈ 2 സമ്മേളനം കാലാവധി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ശരിക്ക് പറഞ്ഞ 6 മാസം. അല്ല, മുൻ സർക്കാരുകളെ നാം നോക്കുകയാണെങ്കിൽ CPM ആയിരുന്നു ഈ ഗവർണർക്കെതിരെ തിരിയുന്നത്. പക്ഷെ ഇപ്പോൾ മറിച്ചാണ്. ആദ്യം ഗവർണറുമായി ഏറ്റുമുട്ടിയത് ഇവിടെ ഒരു ഈക്കിൽ പാർട്ടിയായ
CPI ആണ്, CPIയും CPIയുടെ മന്ത്രിമാരാണ്. ആ ഒരു മാറ്റം എന്താണ്? ഈ തൃശ്ശൂരിൽ നിന്ന് ലഭിച്ച ഒരു തിരിച്ചടിയാണോ? അത് തൃശ്ശൂരിൽ നിന്ന് ലഭിച്ച തിരിച്ചടിയൊന്നുമല്ല. പിണറായി വിജയൻ വളരെ കൃത്യമായിട്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ CPIയെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നു. മന്ത്രിസഭയിലെ അല്ലെങ്കിൽ മുന്നണിയിലെ രണ്ടാമനായ CPIയെ കൊണ്ട് അത് ചെയ്യിക്കുന്നു. പിണറായി നേരിട്ട് ചെയ്യുന്നതിന് പകരം വളഞ്ഞ വഴിയിൽ CPIയെ കൊണ്ട് ചെയ്യിക്കുന്നത്. അപ്പോൾ നാളെ പറയാലോ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഞാനല്ലല്ലോ, എൻ്റെ മുന്നണിയിലെ ഒരു പാർട്ടിയല്ലേ എതിർത്തത്, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവരുടെ സ്വാതന്ത്ര്യത്തിൽ കയറി തടയിടാൻ പറ്റുമോ? ഞാൻ ശ്രമിക്കാം, അവരെ ഞാൻ പറഞ്ഞു നിർത്താം എന്നൊക്കെ നാളെ ന്യായീകരിക്കാനുള്ള വഴിയുണ്ടല്ലോ അതിനകത്ത്. അപ്പോൾ ഗവർണറുമായിട്ടൊരു തുറന്ന പോരിലേക്ക് പോകാതെ, എന്നാൽ ഗവർണറോട് സമരസപ്പെടാൻ ഞങ്ങൾ തയ്യാറല്ല എന്നും കൂടി വരുത്തി തീർക്കുകയാണ് ഇവിടെ. വളരെ കൃത്യമാണ് സർക്കാരിൻ്റെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും CPMൻ്റെയും അജണ്ട. വളരെ കൃത്യമാണ്. അതായത് ഗവർണറോട് ഞങ്ങൾ ഈ പണ്ട് ഭരണത്തിൽ വന്നപ്പോൾ EMSനോട് പത്രക്കാരൊക്കെ ചോദിച്ചതാണ്, ഒരു ഈ പ്രക്ഷോഭങ്ങളുടെ പാർട്ടിയായ, പോരാട്ടങ്ങളുടെ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ ഈ നാട് ഭരിക്കും? അപ്പം അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ തന്ത്രപരമായിട്ടാണ്. ഭരണവും സമരവും ഒരുമിച്ച് കൊണ്ടുപോകും. ഭരണം സംസ്ഥാന ഭരണം, സമരം കേന്ദ്രത്തിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ. അങ്ങനെയാണല്ലോ അത് വിമോചന സമരത്തിലേക്കും പിന്നീടത് പിന്നെ സർക്കാരിൻ്റെ പിരിച്ചുവിടൽ 356 വകുപ്പ് നെഹ്റു എടുത്ത് പ്രയോഗിച്ചതുമൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിച്ചതാണ് അല്ലേ? അപ്പം ഇവിടെ ഈ വളരെ കൃത്യമായിട്ട് ഈ ഭരണവും സമരവും ഒരുമിച്ച് കൊണ്ടുപോകും എന്ന EMSൻ്റെ തന്ത്രം മറ്റൊരു രൂപത്തിൽ ഇവിടെ പിണറായി വിജയനും ഫോളോ ചെയ്യുകയാണ്. ഗവർണറോട് ചില കാര്യങ്ങളിൽ ഞങ്ങൾ സമരസപ്പെടില്ല, പക്ഷെ ഞങ്ങൾ ഗവർണറോട് തുറന്ന പോരിന് ഇല്ല, തുറന്ന യുദ്ധത്തിന് ഇല്ല. തുറന്ന യുദ്ധത്തിന് പോയാൽ പരിക്കേൽക്കും. കാരണം സർക്കാരിൻ്റെ തല ഗവർണറുടെ കക്ഷത്തിൽ കുടുങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഈ പറഞ്ഞ ബില്ലുകളൊക്കെ ഒപ്പിടണം. പിന്നെ സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവൻ എന്നുള്ള നിലയ്ക്ക് ഗവർണറെ അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമ്മൾ കണ്ടതാണ്, ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അടുക്കൽ കൊമ്പ് കോർത്തിട്ട് അവസാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആയുധങ്ങളെല്ലാം താഴെ വെച്ച് അദ്ദേഹത്തിനോട് സമരസപ്പെട്ടു പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്നുവെച്ചാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോഴങ്ങ് പോകും, കഴിഞ്ഞു, ഈ വലിയ ഒരു അധികകാലമില്ല, വലിയ ശല്യമൊന്നും ഉണ്ടാക്കണ്ട, നമുക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം, പിണങ്ങി പിരിയണ്ട, സൗഹൃദത്തിൽ അങ്ങ് പിരിയാം എന്നൊരു നയം പിണറായി വിജയൻ എടുത്തു. അതൊരു രാഷ്ട്രീയ അടവ് നയമാണ്. അതുപോലെ തന്നെ അങ്ങനെ ഒരു നയം പക്ഷേ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ പൂർണ്ണമായിട്ടും എടുക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിനോട് ഈ പറഞ്ഞതുപോലെ ഒരു തുറന്ന യുദ്ധത്തിന് പോകാതെ, എന്നാൽ സമരസപ്പെടാതെ കുറച്ചകന്ന് നിന്ന് അങ്ങനെ അങ്ങ് പോവുക. ഗവർണറുമായിട്ട് വളരെ അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ മാത്രം, വളരെ അത്യാവശ്യ വിഷയങ്ങൾ മാത്രം സംസാരിക്കുക. അദ്ദേഹത്തിൻ്റെ അധികാരപരിധിയിൽ അനാവശ്യമായി കൈകടത്താതിരിക്കുക. നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുന്നപ്പോൾ അദ്ദേഹം ഇടത്തോട്ട് തിരിഞ്ഞാലും വലത്തോട്ട് തിരിഞ്ഞാലും ഒക്കെ കുറ്റം പറയാനും രാഷ്ട്രീയമായിട്ട് ആക്രമിക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നു. CPMും CPIയും LDFും ഒക്കെ തരാതരം ശ്രമിച്ചിരുന്നു. പക്ഷേ എന്നാൽ അങ്ങനെ ആക്രമിച്ച് തൊട്ടടുത്ത നിമിഷം ഗവർണറുമായിട്ട് ഒത്തുചേരുന്നതും കണ്ടിരുന്നു. അപ്പോൾ അന്ന് പ്രതിപക്ഷം ആരോപിച്ചത് ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ കുടിയിടാനുള്ള തന്ത്രങ്ങളാണ് CPMൻ്റെത് എന്നാണ്. ഇപ്പോൾ അങ്ങനൊരു അവസരം പോലും ആർലേക്കർ കൊടുക്കുന്നില്ല. ആർലേക്കർ വളരെ കൃത്യമായിട്ട് തൻ്റെ ഒരു നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. അതിൻ്റെ അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, സർക്കാരിന് വഴിപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് കേരള സർവകലാശാലയിലെ രജിസ്ട്രാർ KS അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ. അത് പിൻവലിക്കാതെ ഇപ്പോഴും അനിൽകുമാർ പുറത്തു നിൽക്കുന്നതിൻ്റെ കാരണം ഗവർണറോട് അനാവശ്യമായി കളിച്ചതാണ്. ബാക്കി രാഷ്ട്രീയമൊക്കെ അദ്ദേഹം ഒരുവിധം കണ്ട് ചിരിച്ച് പോട്ടെ സാരമില്ല എന്നൊക്കെ വയ്ക്കും. പക്ഷേ ഈ അനിൽകുമാർ ഓവർ സ്മാർട്ടായി ഗവർണറെ വെല്ലുവിളിക്കുകയും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ പദവിയെ അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അത് ആർലേക്കർ വെറുതെ വിടില്ല, ഗവർണർ അത് ക്ഷമിക്കാൻ തയ്യാറാകില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് മന്ത്രി ബിന്ദു രാജ്ഭവനിൽ ചെന്ന് സംസാരിച്ചിട്ട് പോലും, അപേക്ഷിച്ചിട്ട് പോലും KS അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കാതെ തുടരുന്നതിൻ്റെ കാരണം. ഇത് വളരെ വ്യക്തമാണ്. ഇനിയും ഈ പിണറായി വിജയനും മന്ത്രിമാരും സമയം വളരെ കുറവാണ്. ഈ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കാറായി. എങ്ങനെയും ഗവർണറോട് തഞ്ചത്തിൽ നിന്ന് ഈ
അവിടെ ഒപ്പിടാനുള്ള ബില്ലുകൾ എങ്ങനെയും ഒപ്പിട്ട് വാങ്ങുക എന്നുള്ളത് തന്നെയായിരിക്കും അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടുന്ന അടവുകളും തന്ത്രങ്ങളും ഒക്കെ അവർ പ്രയോഗിക്കും. എന്നാൽ അതേസമയം ഞങ്ങളും ഗവർണറുമായിട്ട് വലിയ അകൽച്ചയിലാണ് എന്ന് വരുത്തി തീർക്കാനും അവർ തന്ത്രങ്ങൾ മെനയും.